ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ സ്കീമാറ്റിക് കമ്പൈൻഡ് വിത്ത് ലിക്വിഡിറ്റി പാർട്ട് 4. അപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 4ാമത്തെ വീഡിയോയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി പോയിന്റ്സ് എവിടെയാണ് എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാർക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഇഫ് യു ക്യാൻ ഫൈൻഡ് ദ ലിക്വിഡിറ്റി യു വിൽ ബി എ വിന്നർ ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്, അതർവൈസ് യു ബി ദ ലിക്വിഡിറ്റി. അങ്ങനെയാണ് കൺസെപ്റ്റ് പറയുന്നത്. അപ്പം നമുക്ക് ലിക്വിഡിറ്റി എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അപ്പം welcome back friends, my name is Sobi and you are watching Trading Secrets YouTube channel. ഇനി നമുക്ക് ലിക്വിഡിറ്റി എന്താണെന്ന് ഉള്ളതിൻ്റെ ഒരു സിമ്പിൾ സ്കീമാറ്റിക് എക്സ്പ്ലനേഷൻ ഒരു അഡീഷണൽ ലെക്ചറിലേക്ക് നമുക്ക് സ്ലോലി ഇതിനെ മനസ്സിലാക്കിയെടുക്കാം. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സ്കീമാറ്റിക് വെച്ച് നോക്കുമ്പോൾ എന്താണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റഡ്, ഈക്വൽ ലോസ് ആർ ക്രിയേറ്റഡ് ഓർ സ്വിംഗ് ലോസ് ആർ ക്രിയേറ്റഡ്. ഈ പർട്ടിക്കുലർ ലെവൽസിൻ്റെ എല്ലാം താഴെ അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ എല്ലാം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ആ ഏരിയയിലാണ് നമ്മൾ ഡംപ് മണി എന്ന് പറയുന്നത്. ഈ ഏരിയയിലാണ് നമ്മൾ ഡംപ് മണി എന്ന് പറയുന്നത്. അപ്പം എവിടെയെല്ലാം ഈ സ്വിംഗ് ലോയിലും സ്വിംഗ് ഹൈയിലും ഓർഡേഴ്സ് പ്ലേസ് നാച്ചുറലി ഓർഡേഴ്സ് കീപ്പ് ഓൺ പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. ബിക്കോസ് അതാണ് നമ്മളുടെ ലിക്വിഡിറ്റി കൺസെപ്റ്റിൽ പാർട്ട് 1, 2, 3, 4 എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ ഈ സിമ്പിൾ സ്കീമാറ്റിക്കിൽ നമ്മളുടെ ഓർഡർ ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഓർഡർ ഫോർമേഷൻ എന്ന് പറയുന്നത് വെൻ യു സീ എ സ്ട്രക്ചർ, ഈസ് ഇറ്റ് എ ബുള്ളി സ്ട്രക്ചർ ഓർ എ ബെറിഷ് സ്ട്രക്ചർ. നമ്മൾ ഈ ഒരു സ്കീമാറ്റിക്, നമ്മൾ ഈ ഒരു ഏരിയ ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ബുള്ളി സ്ട്രക്ചറായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം നാച്ചുറലി ദ ഒറിജിൻ ഓഫ് ദ മൂവ് എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ മൂവിൽ ഇപ്പം നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ മൂവ് ഇങ്ങനെ ഒരു മൂവ് ആയിരിക്കും, മേ ബി ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന അതിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പോയിന്റ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇംബാലൻസസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. അപ്പം ഈ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് പോയിരിക്കുന്ന അതിൻ്റെ ബേസ് ബോട്ടം ആണ് ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ നമ്മുടെ പ്രീവിയസ് വീഡിയോസ് ഓൾറെഡി ഓർഡർ ബ്ലോക്ക് എന്താണ്, എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, എവിടെയാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരുന്നത്, അത് വാലിഡ് ഓർഡർ ബ്ലോക്ക് എന്തായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല, അത് ബോറടിക്കും. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ ഇവിടുത്തെ ഈ സ്കീമാറ്റിക് വേയിൽ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമ്പോൾ ഇതൊരു സിംഗിൾ മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് ഒരു ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ ആണ് ഈ സ്കീമാറ്റിക്കിൽ. ഇപ്പം 2Dയിൽ നമ്മൾ നോക്കുമ്പം ഇതിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് പർട്ടിക്കുലർലി നമ്മളുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈ ഏരിയയ്ക്കാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത്. സോ ഓർഡർ ബ്ലോക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ ഓർഡർ ബ്ലോക്ക് ഏരിയ എന്ന് പറയുന്നത് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മാർക്കറ്റ് വന്നിട്ട് ആ ഓർഡർ ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്ത് അതിനുശേഷം അവിടുത്തെ പ്രൈസ് ആക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. സോ നമ്മളുടെ കീ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓർഡർ ബ്ലോക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ എൻട്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ റെഡി ആകുന്നത് എന്നുള്ളതാണ് ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്നത്. ബിക്കോസ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി പോയിൻറ്റ്സ് ട്രിഗർ ചെയ്യുന്ന പോയിൻറ്റ്സ് എങ്ങനെയാണ് മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ക്ലിയർ ഔട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതിനകത്തോട്ട് പോകുന്നത്, എൻട്രിക്ക് വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ലിക്വിഡിറ്റി ഫോർമേഷൻ കണ്ടു. സോ വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ഡൗൺ, അപ്പോൾ ഇവിടെ ഒന്ന് ഇങ്ങനെ ഓർഡർ ബ്ലോക്ക് ഫോർമേഷനിൽ ഇവിടെ ഓൾറെഡി വന്ന് ടാപ്പ് ചെയ്തു പ്രൈസ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്യുന്നു, പ്രൈസ് നേരെ മുകളിലേക്ക് പോകുന്നു, പ്രൈസ് ആക്ഷൻ കാണിക്കുന്നു, നേരെ വീണ്ടും താഴോട്ട് വരുന്നു. ലോയിസ് ക്രിയേറ്റഡ്, ഹൈസ് ക്രിയേറ്റഡ്, ലോയിസ് ടേക്കൻ, പ്രൈസ് ഈസ് കമ്മിങ് ടു പുൾ ബാക്ക്, ദെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ്, ദെൻ ഇറ്റ് ഗോസ് അപ്പ് അല്ലേ. അപ്പം ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടല്ലോ. സോ ഇവിടുത്തെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെൻ ദ പ്രൈസ് ഈസ് ഷോയിങ് യു എ മൊമെൻറ്റം ടു ആൻ ഏരിയ വേർ ദർ ഇസ് ആൻ ഓർഡർ ബ്ലോക്ക് അല്ലേ. അവിടെ എവിടെയാണോ ഓർഡർ ബ്ലോക്ക് ഉള്ളത് ആ പർട്ടിക്കുലർ ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു സർട്ടൻ കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ആ ട്രേഡിൽ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കത്തുള്ളൂ. സോ ആ നോക്കുന്ന നോട്ടം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലിക്വിഡിറ്റി പോയിന്റ്സ് എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ പർട്ടിക്കുലർ ലിക്വിഡിറ്റി പോയിന്റ്സ് മാർക്കറ്റ് എങ്ങനെയാണ് ക്ലിയർ ഔട്ട് ചെയ്തിരിക്കുന്നത്, അപ്പോൾ മാത്രമാണ് നമ്മൾ എൻട്രിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ?
കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ലെറ്റ് മീ എക്സ്പ്ലെയിൻ അഗെയിൻ. ഓക്കെ, ലിസൺ കെയർഫുള്ളി. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്, ഉണ്ടല്ലോ. അപ്പോൾ ഈ പോയിന്റിൽ നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ് ആ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലേ? ഈ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ലിക്വിഡിറ്റി പോയിന്റ്സ് ആണ്. വെൻ ദ പ്രൈസ് ഇസ് ടാപ്പിംഗ് ബിലോ ലിക്വിഡിറ്റി ഈസ് ക്ലിയർഡ് എന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പം ലിക്വിഡിറ്റി ക്ലിയറിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ 2 ലെഗ്ഡ് പുൾ ബാക്ക് എന്ന കൺസെപ്റ്റ് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പം 2 ലെഗ്ഡ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ 2 ലെഗ്ഡ് പുൾ ബാക്ക് എന്ന് പറയുന്നത് പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് 2 times ദെൻ ഇറ്റ് ഗോസ് അപ്പ്, അല്ലേ? ഇങ്ങനെ പ്രൈസ് മുകളിലേക്ക് പോകുന്നു. സോ ഇതിനാണ് നമ്മൾ 2 ലെഗ്ഡ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. സോ സിമിലർലി ലിക്വിഡിറ്റി ക്ലിയറിംഗ് വിൽ ഹാപ്പൻ, ഓക്കെ, മോസ്റ്റ്ലി 2 times. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടുത്തെ നമ്മളുടെ ലിക്വിഡിറ്റി ക്ലിയറിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ നമ്മളുടെ ലിക്വിഡിറ്റി പോയിന്റ്സ് ക്ലിയർ ഔട്ട് ചെയ്തു. ഈ മൂവ്മെൻറ്റിൽ ഇവിടെ ഓൾറെഡി ക്ലിയർ ഔട്ട് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇസ് ടാപ്പിംഗ് ഇൻ ദ ഓർഡർ ബ്ലോക്ക്. ദെൻ വാട്ട് ഹാപ്പൻ? പ്രൈസ് ഇസ് ഗോയിങ് അപ്പ്, അല്ലേ? ഗോയിങ് അപ്പ് എഗെയിൻ പ്രൈസ് ഇസ് കമ്മിങ് ടു ദ സെയിം ലെവൽ. ഇവിടെ ഈ ലിക്വിഡിറ്റി പോയിന്റിൻ്റെ അവിടുത്തെ സെയിം ലെവലിൽ വരുന്നു, ടാപ്പ് ചെയ്യുന്നു. വീണ്ടും പ്രൈസ് ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിലേക്ക് വന്ന് പെനിട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് പെനിട്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓർഡർ ബ്ലോക്കിൻ്റെ ഇവിടെയുള്ള കംപ്ലീറ്റ്ലി ഓർഡേഴ്സ് നോർമലി എല്ലാ റീറ്റെയിലേഴ്സും അവരെല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്. അപ്പോൾ ഈ ഏരിയയിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വന്ന് ഓർഡേഴ്സ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ട്രേഡിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴത്തേനും നെക്സ്റ്റ് മൂവിന് നമ്മൾ ഔട്ടായി. ബട്ട് യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വെദർ മാർക്കറ്റ് ഹാസ് ക്ലിയർഡ് ഔട്ട് ദ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി ഓൺ ദ സെൽ സൈഡ്. ഇതാണ് സെൽ സൈഡ് ലിക്വിഡിറ്റി, ഇതും സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ്. സോ ഇവിടെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു. സോ ഓർഡർ ബ്ലോക്ക് പെനിട്രേറ്റ് ചെയ്തു, സെൽ സൈഡ് ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി ക്ലിയർഡ്. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്, ഇവിടെ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് ടു ക്ലിയർ ഔട്ട് ദിസ് ലിക്വിഡിറ്റി. ഈ പർട്ടിക്കുലർ ബോക്സിലുള്ള ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള ലിക്വിഡിറ്റി ഇറ്റ് ഈസ് ക്ലിയറിങ് ഔട്ട് ഓൺ ദ സെക്കൻഡ് ടൈം. ഓക്കെ, അപ്പോൾ അവിടെ സെക്കൻഡ് ടൈമിൽ ഇത് ക്ലിയർ ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും സോ യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ പ്രൈസ് ആക്ഷൻ ഈസ് ഷോയിങ് ഇൻ സച്ച് എ ഡയറക്ഷൻ. എന്താണ്? ലോജിക്കൽ ആർഗ്യുമെൻറ്റ്. എന്താണ്? ലോ ഈസ് ക്രിയേറ്റഡ്, ഹൈ ഈസ് ക്രിയേറ്റഡ്, ലോ ഈസ് ടേക്കൺ, ഹൈ ഈസ് ടേക്കൺ, പ്രൈസ് ഈസ് കമ്മിങ് ടു മിറ്റിഗേറ്റ് വാട്ട്? മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി ക്ലിയർഡ് ഔട്ട് ബൈ ദിസ് മൂവ്മെൻറ്റ് അഗെയിൻ സെക്കൻഡ് ടൈം ഓൾസോ. അപ്പോൾ ഈ കംപ്ലീറ്റ് പോർഷൻ മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ഡൗൺ ഹിയർ, ഓക്കെ, ഓൾ ദ മാസസ് ആർ മർഡേഡ്. അതാണ് ഇതിനകത്ത് ടെക്നിക്കൽ ടൈം എന്ന് പറയുന്നത്. ഞാനതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ആക്ച്വലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള മാസസ് എല്ലാം ഗോട്ട് മർഡേഡ്. ഓക്കെ, അവരെല്ലാം ഇതായിപ്പോയി. സോ വി വിൽ വെയിറ്റ്. സോ വി ആർ പ്രൊഫഷണൽ ട്രേഡേഴ്സ്. വാട്ട് ആർ വി ഗോയിങ് ടു ഡു? നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ സീ ദാറ്റ് ഓൾ ദ മാസസ് ആർ ക്ലിയർഡ് ഔട്ട്. ഓക്കെ, വെൻ ദാറ്റ് മാസസ് ആർ ക്ലിയർഡ് ഔട്ട് യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ടു ദിസ് പർട്ടിക്കുലർ ലെഗ്. ഓക്കെ, അപ്പം ഇവിടെയാണ് നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഈ ലിറ്റിൽ സോങ് പ്രകാരം ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ അതൊരു പർട്ടിക്കുലർ ഡെപ്തിൽ അതിൽ പ്രൈസ് ആക്ഷൻ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്? ഈ പ്രൈസ് ആക്ഷൻ വെദർ ഇറ്റ് ഈസ് ക്ലിയറിങ് ഔട്ട് ദ ലിക്വിഡിറ്റി. ഓക്കെ, ഈ സ്ട്രക്ചർ എവിടെയാണെങ്കിലും ആ സ്ട്രക്ചറിൽ അത് ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മുന്നിലത്തെ വഴി. ഓക്കെ, അപ്പോൾ അങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ഡൗൺ, that means it is coming to mitigate, but it is coming to mitigate what? The masses are cleared out. Okay, that is a moment. അവിടെയാണ് നമ്മൾ ട്രേഡിലേക്ക് കയറാൻ പോകുന്നത്. ദെൻ യു വിൽ ബി ടാർഗറ്റിംഗ് ദിസ് ഏരിയ. ഓക്കെ, ഇതിൻ്റെ മുകളിലായിരിക്കും പ്രൈസ് പിന്നെ നെക്സ്റ്റ് ലെവല് പ്രൈസ് ആക്ഷൻ വരാൻ പോകുന്നത് എന്ന് പറയുന്നത്. ബിക്കോസ് ഇനി ഇവിടെ നോക്കുമ്പം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? സോ ഇറ്റ് ഹാസ് ഈ പ്രൈസ് മൂവ്മെൻറ്റ് താഴേക്ക് വരുമ്പോഴത്തേനും എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സോ ഈ ഒരു പർട്ടിക്കുലർ ലെഗിൽ ഇവിടെ മൊത്തത്തിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് മൂവ്മെൻറ്റിൽ ഈ പ്രൈസിലേക്ക് ഇവിടെ വരുമ്പോഴത്തേനും ഇറ്റ് ഈസ് കമ്മിങ് ആൻഡ് പെനിട്രേറ്റിംഗ് ഇൻ ദ ഓർഡർ ബ്ലോക്ക്, അല്ലേ? അപ്പം ഇറ്റ് ഹാസ് അപ്പോഴത്തേനും ആൾക്കാർ അവിടെ ഓൾറെഡി റീറ്റെയിലേഴ്സ് ഇൻട്രസ്റ്റഡ് ആയി. സോ ദേ വിൽ ബി ബൈയിങ്. അവിടെ ബൈയിങ് മൊമെൻറ്റം ഓൾറെഡി കണ്ടു. അതിനുശേഷം പ്രൈസ് വീണ്ടും ആ ഒരു പർട്ടിക്കുലർ ലിക്വിഡിറ്റി ടേക്കൺ ഔട്ട്. സോ ഇവിടുത്തെ ലിക്വിഡിറ്റി എടുത്തു. ഇവിടുത്തെ ഈ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൽ ഇവിടെ തന്നെ ലിക്വിഡിറ്റി ക്ലിയർ ഔട്ട് ചെയ്തു. ദെൻ ഇവിടെ ഒരു പുതിയ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. പ്രൈസ് മുകളിലോട്ട് പോകുന്നു. വീണ്ടും പ്രൈസ് താഴോട്ട് വരുന്നു. പുതിയൊരു ലിക്വിഡിറ്റി. ദിസ് ഈസ് ദ ഫൈനൽ മൂവ് ഓഫ് ക്ലിയറിംഗ് ഔട്ട് ദ ലിക്വിഡിറ്റി ഇൻ ദ ഓർഡർ ബ്ലോക്ക് ഏരിയ. അപ്പോൾ ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ പ്രൈസ് ക്ലിയർ ഔട്ട് ചെയ്തതിന് ശേഷം പ്രൈസ് ഈസ് ഷോയിങ് യു എ മൊമെൻറ്റം. ബട്ട് ദിസ് മൊമെൻറ്റം എന്താണ് അവിടെ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ മൊമെൻറ്റം എന്തിനു വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്.
അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് മൊമെൻറ്റം, ഈ മൊമെൻറ്റം എങ്ങോട്ടാണ് പോകുന്നത്? ഈ മൊമെൻറ്റം പോകുന്നത് എങ്ങോട്ടാണ്? ഇവിടുത്തെ ഈ പർട്ടിക്കുലർ ഏരിയയിലുള്ള ഫൈനൽ ലിക്വിഡിറ്റി ക്രിയേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ വെൻ ദ പ്രൈസ് ഇസ് കമ്മിങ് ആൻഡ് മിറ്റിഗേറ്റിംഗ് ഇയർ, ഓക്കെ, ഇവിടുത്തെ കംപ്ലീറ്റ്ലി ഈ ഒരു കംപ്ലീറ്റ് പോർഷനിലെ ഇവിടം വരെയുള്ള ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി ഓവർ. നൗ വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ടു ദ ഓർഡർ ബ്ലോക്ക് ഏരിയ, എന്താണ് സംഭവിക്കുന്നത്? ഓൾ ദ മാസസ് ആർ ക്ലിയർഡ് ഔട്ട്. മാസസ് ആർ ക്ലിയർഡ് ഔട്ട് ഇൻ ദ സെൻസ് എന്താണ്? ഇവിടുത്തെ ഡിസൈഡഡ് മൂവ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ദിസ് ഏരിയ ആണ്, ഈ ഒരു വന്നിരിക്കുന്ന ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഈ ഏരിയയിലാണ് ഒരു ലിക്വിഡിറ്റി പോയിന്റ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. സോ ഇത് എത്ര പ്രാവശ്യമാണ് ഇപ്പോൾ ക്ലിയർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വെൻ ദ പ്രൈസ് ഈസ് പുള്ളിങ് ബാക്ക് ഹിയർ, എത്ര പ്രാവശ്യമാണ് ഇവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്നത്? പ്രൈസ് ഇവിടെ ഒരു ഇവിടുത്തെ ലിക്വിഡിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രാവശ്യം 1, ഇത് 2 ലിക്വിഡിറ്റി പോയിന്റ്സ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പം ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞപ്പം അത് മൂന്നാമത്തെ മൂവ്മെൻറ്റിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തു പോയി. അപ്പം ഈ 1ഉം 2ഉം നാലാമത്തെ മൂവ്മെൻറ്റിന് 1ഉം 2ഉം വീണ്ടും ക്ലിയർ ഔട്ട് ചെയ്തു പോയി അല്ലേ? അപ്പം അഞ്ചാമത്തെ മൂവ്മെൻറ്റിന് മൂന്നാമത്തെ അഞ്ചാമത്തെ മൂവ്മെൻറ്റ് വീണ്ടും ക്ലിയർ ഔട്ട് ചെയ്തു പോയി. സോ ഈ ഒരു പർട്ടിക്കുലർ ലെഗ് എന്ന് പറയുന്നത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ക്ലിയർ ഔട്ട് ചെയ്യുന്നത്? ഇത് വൺ ടൈം ലിക്വിഡിറ്റി ക്രിയേറ്റഡ്, സെക്കൻഡ് ടൈം ലിക്വിഡിറ്റി ഈസ് ടേക്കൺ അല്ലേ? അങ്ങനെയല്ലേ അത് വരുന്നത്? അപ്പം once a liquidity is created, market will be discounting that particular area second time. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മനസ്സിലായി? അപ്പോൾ ഇവിടെ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ ഈ ഒരു മൂവ്മെൻറ്റിൽ അതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ബിക്കോസ് ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു, ആ പർട്ടിക്കുലർ ലിക്വിഡിറ്റി ഈ ഒരു പർട്ടിക്കുലർ മൂവ്മെൻറ്റിൽ എടുത്തു. അപ്പം ഇത് 1 ടൈം ഇവിടെ എടുത്തു, ഇത് 1 ടൈം മൂവ്മെൻറ്റ്. ഇത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വന്ന് ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇത്രയും ഏരിയയിലെ ലിക്വിഡിറ്റി കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് ഇവിടുന്ന് നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഇത്രയും ഏരിയയിലെ ലിക്വിഡിറ്റി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് ഇട്ട് വരച്ച് വെക്കാം. ഇവിടെ ഇത്രയും ലിക്വിഡിറ്റി കഴിഞ്ഞു. അതിനുശേഷം പ്രൈസ് താഴോട്ട് വരുമ്പം ഇറ്റ് ഈസ് ടാർഗറ്റിംഗ് ദിസ് ഏരിയ, മനസ്സിലായോ? എന്നിട്ട് ഈ ഏരിയ ടാർഗറ്റ് ചെയ്യുമ്പോൾ അതിന് താഴെ പ്രൈസ് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് ഇവിടുന്ന്, ഇതാണ് മാസസ് ആർ ക്ലിയർഡ് ഔട്ട്. ദാറ്റ് ഈസ് എ ഏരിയ വെർ വി വിൽ ബി ലുക്കിംഗ് ഫോർ എ ബൈ പൊസിഷൻ അല്ലേ? ഓൺ എ ലോങ് പൊസിഷൻ. ലോങ് എന്ന് പറയുന്നത് നമ്മൾ ബൈ ചെയ്യുന്നതിനാണ് ലോങ് എന്ന് പറയുന്നത്, ഷോർട്ട് എന്ന് പറയുന്നത് സെൽ ചെയ്യുന്നതിന്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് ഈ സംഭവം? ഇവിടെ എന്താണ് പിന്നെ ഒരു ലിക്വിഡിറ്റി പോയിന്റ് അവിടെ കിടപ്പുണ്ടല്ലോ എന്ന് പറയും. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ വെൻ ദർ ഈസ് എൻ ആക്റ്റീവ് ഓർഡർ ബ്ലോക്ക് ഏരിയ, ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പ്രൈസ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ സോ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് ഇവിടുത്തെ പ്രൈസ് ആക്ഷനകത്ത് ഈ ഒരു മിനിയേച്ചർ കൺഫർമേഷൻ നമ്മളുടെ ലിറ്റിൽ സോങ്ങോ അല്ലെങ്കിൽ നമ്മളുടെ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയോ എന്തെങ്കിലും പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ മുന്നിലത്തെ ഏക വഴി എന്ന് പറയുന്നത്. അപ്പം ഈ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോയും ഈ സീക്വൻഷ്യൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ലിറ്റിൽ സോങ് നമ്മൾ ഇവിടെ ഡീകോഡിംഗ് സീരീസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ വഴി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളിനകത്തും എന്താണ് അതിനകത്ത് നമ്മൾ കൺവേ ചെയ്യുന്ന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിക്വിഡിറ്റി ക്ലിയറിംഗ് ആണ് ആക്ച്വലി അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ചാർട്ട് നോക്കുമ്പം ചാർട്ടിൻ്റെ ഫോർമേഷനകത്ത് നമുക്ക് മനസ്സിലാക്കണം ഈ ചാർട്ട് എവിടെയാണ് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ചാർട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എല്ലാ ലിക്വിഡിറ്റിയും ക്ലിയർ ചെയ്തിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ വരുമ്പോൾ വൺസ് മാർക്കറ്റ് അവിടെ ആ ഏരിയയിൽ പെനിട്രേറ്റ് ചെയ്തിട്ട് അവിടെ നിന്നൊരു മൊമെൻറ്റം കാണിക്കുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യു ഷുഡ് ലുക്ക് ഫോർ ഇവിടുത്തെ ഏരിയയിലെ സ്വിങ്ങിൻ്റെ ലോസ് രണ്ടാമത്തെ പ്രാവശ്യം സ്വീപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ചാൻസ് വെൻ ദ പ്രൈസ് ഈസ് പുള്ളിംഗ് ഡൗൺ ടു മിറ്റിഗേറ്റ് ഓർഡർ ബ്ലോക്കിൻ്റെ അവിടെ നമുക്ക് എൻട്രി എടുത്ത് കയറാൻ പറ്റും. അതാണ് ഇതിനകത്തെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഡംപ് മണി. ഡംപ് മണി എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത് 3 ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ആണല്ലോ നമ്മളവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം സ്റ്റോപ്പ് ലോസ്, എൻട്രീസ് ആൻഡ് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഡംപ് മണി എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിലേഴ്സ് പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സിനെയാണ് ആക്ച്വലി ഡംപ് മണി എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ റെഫറൻസിനെ പറയുന്ന പേരാണ് സ്മാർട്ട് മണി എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബിക്കോസ് ദേ ഹാവ് ഹ്യൂജ് ഫണ്ട് അല്ലെങ്കിൽ ലാർജ് ഫണ്ട് അവരുടെ ഉള്ളത് കൊണ്ട് ദേ നീഡ് ലിക്വിഡിറ്റി. സോ ദേ വിൽ മാനിപ്പുലേറ്റ് ഈ മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് യു, നമ്മളെ ട്രാപ്പിലാക്കുക എന്നുള്ളതല്ല. You place a sell order, if I am a institution, I will place a counter order, buy order, because one buy is equal to your one sell order. അപ്പം നമ്മൾ അങ്ങനെയാണെങ്കിലല്ലേ മാർക്കറ്റിൻ്റെ ഓപ്പറേഷണൽ ലെവലിൽ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ. സോ യു പ്ലേസ് an order, I will provide you liquidity. That is institutional point of reference.
യു പ്ലേസ് ബൈ ഓർഡർ, യു പ്ലേസ് സെൽ ഓർഡർ, വാട്ട് എവർ യു ഡു, നോ പ്രോബ്ലം, ഐ വിൽ പ്രൊവൈഡ് യു ലിക്വിഡിറ്റി. ഓക്കെ, സോ ലിക്വിഡിറ്റി മീൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പ്രൈസിനെ മൂവ് ചെയ്യിക്കുമ്പോൾ ഓൾ ദ ഓർഡേഴ്സ്, ഏതർ ഇറ്റ് ഈസ് സ്റ്റോപ്പ് ലോസ്, ഏതർ ഇറ്റ് ഈസ് നോർമൽ ഓർഡേഴ്സ്, ഏതർ ഇറ്റ് ഈസ് ടേക്ക് പ്രോഫിറ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, എവറിത്തിങ് വിൽ ബി ആക്ടിവേറ്റഡ് അല്ലേ. ആ ഒരു ഓർഡർ ഫ്ലോ മെക്കാനിസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് ഈസ് നോട്ട് എഗനിസ്റ്റ് യു, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എഗനിസ്റ്റ് യു. നമ്മൾ അവരെ വലിയൊരു ശത്രുവായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇഫ് ദേ ആർ നോട്ട് പ്രസൻറ്റ്, മാർക്കറ്റ് ഈസ് എ ബോറിംഗ് മാർക്കറ്റ് പ്ലേസ്. അതാണ്, അവർ മാർക്കറ്റിൽ ഇല്ലെങ്കിൽ ഇറ്റ്സ് എ ബോറിംഗ് മാർക്കറ്റ്, പ്രൈസ് വിൽ നോട്ട് മൂവ്. അതാണ് ഇന്നത്തെ കാര്യം. സോ അവരാണ് ആക്ച്വലി, ഇൻസ്റ്റിറ്റ്യൂഷനാണ് മാർക്കറ്റിൻ്റെ ആക്ച്വലി ലൈഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവർ നമ്മുടെ ശത്രുവല്ല. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, യു ഷുഡ് ലുക്ക് ഇൻ ടു ദ മാർക്കറ്റ് ത്രൂ ദ ലെൻസ് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ണുകളിൽ കൂടെ നമ്മൾ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. സോ വാട്ട് ആർ ഡംപ് മണി? സോ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഇസ് എ ഡംപ് മണി? ഡംപ് മണി എന്ന് പറയുന്നത് ഓൾ ദ റീറ്റെയിലേഴ്സ് ഓർഡേഴ്സ് ആണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. സോ റീറ്റെയിലേഴ്സ് കൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? റീറ്റെയിലേഴ്സ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ട്രെൻഡ് ലൈൻ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻഡിക്കേറ്റർ പ്ലോട്ടിംഗ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്രോസ് ഓവർ. ക്രോസ് ഓവർ ചെയ്യുമ്പോഴത്തേനും നമ്മളവിടെ പർച്ചേസ് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, സെൽ ചെയ്യുന്നു. ഇറ്റ്സ് നമ്മളെ പഠിപ്പിക്കുന്ന റീറ്റെയിൽ കൺസെപ്റ്റ്സ് ബേസ്, നമ്മുടെ ബ്രോക്കറേജ് ഹൗസസും കോഴ്സ് പഠിപ്പിക്കുന്നവർ എല്ലാവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ദീസ് ആർ കോൾഡ് ഇൻഡിക്കേറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ലാഗിങ് പ്രൈസ് ആക്ഷൻ. സോ ഇൻഡിക്കേറ്റർ ബേസിക്കലി എന്തെല്ലാം ഇൻഡിക്കേറ്റർ, ഇതിലൊരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് CPR, ഓക്കെ, മൂവിങ് ആവറേജസ്, സിമ്പിൾ മൂവിങ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മൂവിങ് ആവറേജ് കൺവേർജ്, മാഗ്ഡി, ബൊളിഞ്ചർ ബാൻഡ്സ്, സ്റ്റോക്കാസ്റ്റിക് ഓസിലേറ്റർ, ആവറേജ് ട്രൂ റേഞ്ച്, ATR എന്ന് പറയുന്നത്, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ലെവൽസ്. ഓക്കെ, ഇതല്ല ലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് നമ്മളുടെ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ഇഷ്ടം പോലെയുണ്ട്. ദിസ് ആർ കോൾഡ് ലാഗിങ് പ്രൈസ് ആക്ഷൻ. ലാഗിങ് പ്രൈസ് ആക്ഷൻ ഇൻ ദ സെൻസ്, ഈ ഒരു പർട്ടിക്കുലർ രീതിയിൽ നമ്മൾ ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്തതിന് ശേഷം വെൻ യു ആർ ടേക്കിംഗ് എ ബൈ ഓർഡർ when you are planning a buy order from here, what will you be doing? You will be placing your stop loss somewhere here, അല്ലേ? So the price will come back, then it will go up. അപ്പം ഇതിനെയാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റർ ബേസ്ഡ് സ്ട്രാറ്റജീസ് എല്ലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ കാര്യമാണ്. എവിടെയാണ് നമ്മൾ റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കുന്നത് എന്നുള്ളതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ just to recap, എന്താണ് വാട്ട് ഈസ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി ഈസ് മണി. Money is nothing but it comes into the market in 3 different forms. One is stop loss. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടാണ് നമ്മളുടെ മണി മാർക്കറ്റിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ എൻട്രീസ് ആയിട്ടാണ് മാർക്കറ്റിലേക്ക് മണി വരുന്നത്, അല്ലെങ്കിൽ ടാർഗറ്റ് ഓർഡർ ആയിട്ടാണ് മാർക്കറ്റിലേക്ക് മണി വരുന്നത്, അല്ലേ? സോ ഇഫ് യു വാണ്ട് ടു സീ ദ ലിക്വിഡിറ്റി, ഗെറ്റ് ഇൻ ടു ദ മൈൻഡ്സ് ഓഫ് ഡംപ് മണി, അല്ലേ? നമുക്ക് ആ ലിക്വിഡിറ്റി എവിടെയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് നോക്കുന്നത്? ഈ ഡംപ് മണി എവിടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലിക്വിഡിറ്റി എവിടെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഡംപ് മണിക്കകത്ത് ഇപ്പോൾ നമ്മൾ ഇത് അതർ പീപ്പിൾ ഓർ ദ മാസസ് എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഏരിയ ഒരു ചാർട്ട് കാണുമ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ഇതൊരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ടും ഇതൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ടും ആണ് അതിനെ മാർക്കറ്റിൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ നോക്കുന്നത് വേർ ആർ ദീസ് ഗൈസ് പുട്ടിങ് ദെയർ ഓർഡേഴ്സ്, അല്ലേ? ഈ ആൾക്കാരെല്ലാം എവിടെയാണ് അവരുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് ഈ ഒരു പാറ്റേണിക് മൂവ്മെൻറ്റിൽ അവരുടെ ഓർഡർ പ്ലേസ്മെൻറ്റ്, എൻട്രീസ് ആൻഡ് സ്റ്റോപ്പ് ലോസസ് എവിടെയായിരിക്കും വെച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈക്വൽ ഹൈസ് വരുമ്പോൾ അവർ എന്തായിരിക്കും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ നമ്മളോട് തന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റിൽ എവിടെയാണ് ലിക്വിഡിറ്റി എന്നുള്ളത്. സോ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ, ലിക്വിഡിറ്റി എവിടെയാണെന്ന് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബിക്കോസ് നമ്മൾ ഈ സ്മാർട്ട് മണി ഓപ്പറേഷനകത്ത് നമ്മൾ ഒരിക്കലും അവരുടെ ട്രാപ്പിലായി പോകരുത്. അങ്ങനെ ട്രാപ്പിലായി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, യു ഷുഡ് ഹാവ് എ കണ്ടക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ മാർക്കറ്റ്. മനസ്സിലായോ? കണ്ടക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്. വെൻ യു ആർ പ്ലോട്ടിങ് ആൻ ഇൻഡിക്കേറ്റർ, വിൽ യു ബി ഫ്രെയിമിങ് എ കണ്ടക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ്? ഒരിക്കലും ഇല്ല, അല്ലേ?
നമ്മളൊരു ഇൻഡിക്കേറ്റർ പ്ലോട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മളവിടെ ഒരു CPR പ്ലോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു മൂവിങ് ആവറേജ് പ്ലോട്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു സിമ്പിൾ മൂവിങ് ആവറേജ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് അവിടെ പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ വരുമ്പോൾ പ്രൈസ് മേ റിയാക്ട് ഓർ മേ നോട്ട് റിയാക്ട് എന്നാണ് നമ്മൾ പറയുന്നത്, എന്നാണ് അവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളതിനെ ഒരു മേ റിയാക്ട്, ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു എ ഗാംബ്ലിംഗ് സെറ്റപ്പ് അല്ലേ? ബിക്കോസ് യു ആർ നോട്ട് ലുക്കിംഗ് അറ്റ് ദ മാർക്കറ്റ് ഇൻ എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് നമുക്ക് പറയാം അല്ലേ? നമ്മൾ ഓൾറെഡി കുറേ ലെക്ചേഴ്സ് ഇതിൻ്റെ പ്രീവിയസ് സീരീസ് നമ്മൾ കേട്ട് വരുവാണെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുന്നത് ത്രൂ ദ ലെൻസ് ഓഫ് നമ്മളുടെ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? അവരുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ കൂടെ മാർക്കറ്റിനെ നോക്കി കാണുമ്പോൾ യു ഷുഡ് ഹാവ് എ ലോജിക്കൽ പ്രോഗ്രഷൻ പ്ലേ ഔട്ട് ചെയ്യുകയും വേണം. ലിക്വിഡിറ്റി ക്ലിയറിങ് ഔട്ട് ഈ മാർക്കറ്റിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയും വേണം. ലിക്വിഡിറ്റി എല്ലാം ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണോ മാർക്കറ്റ് എൻട്രി എടുക്കുന്ന സമയത്ത് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നോക്കണം. അപ്പോൾ ഓർഡർ ബ്ലോക്കിൻ്റെ ഏരിയയിൽ ഇങ്ങനത്തെ എൻട്രീസ് വരുമ്പോഴത്തേന് നമുക്കവിടെ ഒരു ഹൗ മെനി ടൈംസ് ഈ പ്രൈസ് എത്ര സമയമാണ് പുൾ ബാക്ക് ചെയ്തത്, മിനിമം 2 ടൈംസേലും പുൾ ബാക്ക് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ആ എടുക്കുന്ന 2 ടൈം പുൾ ബാക്ക് ഏരിയ എന്ന് പറയുന്നത് ആ ഒരു മൊമെൻറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കുറച്ച് സമയത്തേട്ടെങ്കിലും അവിടെ ആ പ്രൈസ് ഹോൾഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പം ബേസിക്കലി ടു സമ്മറൈസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് മനസ്സിലാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്കിമാറ്റിക് വെച്ച് നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഡംപ് മണി എവിടെയാണ് അവരുടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിനകത്ത് എവിടെയാണ് അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെൻറ്റ് എന്നുള്ളത് സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു കൺസെപ്റ്റ് എടുത്ത് വെച്ച് വായിച്ച് പഠിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്ത് വെച്ച് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇവരുടെ ഓർഡേഴ്സിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മാർക്കറ്റിനെ ഈ ഒരു റീറ്റെയിൽ കൺസെപ്റ്റ്സിൻ്റെ ബേസിസിൽ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ യു നോ ദാറ്റ് വേർ ഈസ് ദ ഡംപ് മണി. സോ ഡംപ് മണി എവിടെയാണോ, ആ ഡംപ് മണി എപ്പോഴാണ് മാർക്കറ്റ് ക്ലിയർ ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റീസിനെയാണ് പറയുന്നത് മാസസ് ആർ ക്ലിയർഡ് ഔട്ട് ബിക്കോസ് ദേ ആർ ലിക്വിഡേറ്റഡ് ഓർ ദേ ആർ അവരെ നമ്മളെന്തായിരുന്നു ലിക്വിഡേറ്റഡ് ഇൻ ദ സെൻസ് അവരെ നമ്മൾ മാർക്കറ്റ് ചേർത്ത് പിടിക്കുകയാണ്. എങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്? മാർക്കറ്റിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് യു ആർ പുട്ടിങ് യുവർ ഓർഡേഴ്സ് എഗനിസ്റ്റ് ദ മാർക്കറ്റ്. അതാണ് കുഴപ്പം. മനസ്സിലായോ? എല്ലാവരെയും മാർക്കറ്റ് ചേർത്ത് പിടിക്കും, നോ പ്രോബ്ലം. ബട്ട് യു ഷുഡ് നോ വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ഷണൽ അനലൈസിസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ യു ഷുഡ് ഹാവ് എ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. എന്താണ് കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഈസ് നത്തിങ് ബട്ട് അല്ലേ, അതിനെ നമ്മൾ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, നമ്മൾ ഒരു സ്ട്രക്ചറൽ വേയിൽ അല്ലെങ്കിൽ ഒരു മെത്തോഡിക്കൽ വേയിൽ മാർക്കറ്റിനെ നോക്കി കാണുമ്പോൾ ഇതിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റി എവിടെയെല്ലാം ഇതിനും പ്രീവിയസ്ലി മുമ്പ് ഇങ്ങനെയാണോ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ലിക്വിഡിറ്റി ക്ലിയറിംഗ് പോയിൻറ്റ്സ് എങ്ങനെയാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചാർട്ടിൽ അനലൈസ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 6 times ഔട്ട് ഓഫ് 10. മനസ്സിലായി? അപ്പം 60% വിന്നിംഗ് റേഷ്യോ ഈ ഒരു സംഭവത്തിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ യു ആർ ആൻ എക്സലൻറ്റ് ട്രേഡർ. അപ്പോൾ നമ്മൾ ഇന്ന് കുറേയധികം കാര്യങ്ങൾ പഠിച്ചു. ലിക്വിഡിറ്റി പോയിൻറ്റ്സ് എവിടെയൊക്കെയാണ്, എന്തെല്ലാമാണ് ബേസിക്കലി നമ്മൾ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സും ലീഡിങ് ഇൻഡിക്കേറ്ററും പ്രൈസിൻ്റെ ആക്ഷനും ഈ കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനലിൽ വളരെയധികം കമൻറ്റ്സ് കുറവാണ്. നിങ്ങളെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റ്സ് ഒക്കെ എഴുതി വയ്ക്കുക. അതാണ് എൻ്റെ ഊർജ്ജം. വീണ്ടും ഞാൻ പറയുന്നു, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യത്തെ വീഡിയോ തൊട്ട് കണ്ട് വന്നു കഴിയുമ്പോഴത്തേനും യു വിൽ ഗെറ്റ് ദ കണ്ടക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് എല്ലാവർക്കും നന്മകൾ വരട്ടെ. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.